മലയാള സിനിമാ പ്രവർത്തകരുടെ ആദ്യ സംഘടനയായ മാക്ട് രൂപീകരിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കി സംവിധായകൻ ശാന്തിവിള ദിനേശ്. സുരേഷ് ഗോപിയുമായി ഉണ്ടായ തർക്കമാണ് മാക്ട് എന്ന സംഘടന ഉണ്ടാകാൻ കാരണമായതെന്ന് ഈ മേഖലയെക്കുറിച്ച് ധാരണയുള്ള പലർക്കും അറിയാമെങ്കിലും അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ശാന്തിവിള ദിനേശ് പങ്കുവെക്കുന്നത്. തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരേഷ് ഗോപി സൂപ്പർ താരമായി നിൽക്കുന്ന സമയത്താണ് സിറ്റി പോലീസ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം കൊച്ചിയിൽ വരുന്നത്. കലൂർ ടെന്നീസിന്റെ തിരക്കഥയിൽ വേണു ബി നായരാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ വെടിവെച്ചിട്ട് ഒരു വീടിന്റെ 2ാം നിലയിൽ ഒളിവിൽ കഴിയുന്ന നായകനായ സുരേഷ് ഗോപി, അയാളെ അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായ കക്ക രവി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ഭൂരിഭാഗം സീനുകളും മുറിയിൽ വെച്ചാണ് എന്ന് അറിഞ്ഞതോടെ സുരേഷ് ഗോപി അസ്വസ്ഥനായി. താരപ്പകിട്ടിലേക്ക് കയറി വരുന്ന സമയം ആണല്ലോ. എടുത്ത ഒരു സീൻ മാറ്റിയെടുക്കാൻ സംവിധായകൻ തയ്യാറായപ്പോൾ വീണ്ടും അഭിനയിക്കാൻ സാധിക്കില്ലെന്ന വാശിയിലായിരുന്നു സുരേഷ് ഗോപി. ഉടക്കിന്റെ വിവരം അറിഞ്ഞാണ് കലൂർ ടെന്നീസ് സെറ്റിലേക്ക് എത്തുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ജോഷിയോ IV ശശിയോ PG വിശ്വംഭരനോ ഭരതനോ പറഞ്ഞാൽ എടുത്ത സീൻ റീഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് നീ പറയുമോ? മര്യാദക്ക് പോയി ചെയ്യടോ എന്നായിരുന്നു കലൂർ ടെന്നീസ് പറഞ്ഞത്. അമർഷം കടിച്ചു പിടിച്ച് ആ സീൻ ചെയ്തു വരുമ്പോൾ സ്വയം പറയുന്നത് പോലെ മോശമല്ലാത്ത ഒരു തെറി പറഞ്ഞിട്ട് സുരേഷ് ഗോപി പോയി. സിനിമ പൊളിഞ്ഞു പോകും എന്നാണ് അതിന്റെ അർത്ഥമെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു. നിർമ്മാതാവായ പാലമറ്റം മജീദ് സുരേഷ് ഗോപി പറഞ്ഞുപോയ ആ വാക്കുകൾ കേട്ടു. അദ്ദേഹം വിവരം കലൂർ ടെന്നീസിനെ അറിയിച്ചു. കലൂർ ടെന്നീസ് വന്ന് തെറി ചേർത്ത് നാടൻ ഭാഷയിൽ അറഞ്ചം പുറഞ്ചം സുരേഷ് ഗോപിയെ പറഞ്ഞു. സിറ്റി പോലീസ് തുടങ്ങുന്ന ദിവസം കർപ്പൂരദീപം എന്ന സിനിമയ്ക്കുള്ള അഡ്വാൻസും സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നു. ഇതിനിടയിൽ ആരോ ഒരു പാര സുരേഷ് ഗോപിക്ക് മുന്നിൽ വെച്ചു. ചിത്രത്തിൽ ഊർവശിക്കാണ് പ്രാധാന്യം എന്നാണ് ആരോ പറഞ്ഞുകൊടുത്തത്. ലൊക്കേഷനിൽ വന്ന പാടെ സീൻ നമ്പർ 46 വായിക്കണം എന്നായിരുന്നു. ആ സീനിൽ ഊർവശിയുടെ കഥാപാത്രം നിറഞ്ഞാടുകയായിരുന്നു. ഈ തിരക്കഥ മാറ്റണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം. എന്നാൽ ഒരു വരിയും മാറ്റില്ലെന്നായിരുന്നു കലൂർ ടെന്നീസിന്റെയും സംവിധായകന്റെയും തീരുമാനം. ഇതോടെ സുരേഷ് ഗോപി ആ ചിത്രത്തിൽ അഭിനയിക്കാതെ പോയി. നിർമ്മാതാവിന് ലക്ഷങ്ങളുടെ നഷ്ടവുമുണ്ടായെന്നും ശാന്തിവിള പറയുന്നു. സുരേഷ് ഗോപിയുടെ ഈ നീക്കങ്ങൾക്കെതിരായിട്ടാണ് ആദ്യമായി ഒരു സംഘടന എന്ന ആലോചനയുണ്ടാകുന്നത്. ആദ്യം തിരക്കഥാകൃത്തുക്കൾ മാത്രമായി എന്നായിരുന്നു ആലോചന. വിവരം ഡെന്നിസ് ജോസഫിനെയും അറിയിച്ചു. ജോഷി സാറാണ് സംവിധായകരെയും ചേർക്കണമെന്ന് പറയുന്നത്. ജോഷി സാറായിരുന്നു മാക്ടയുടെ ആദ്യ ചെയർമാൻ. ജോൺ പോളായിരുന്നു ആദ്യ ജനറൽ സെക്രട്ടറി. അവിടെ നിന്നാണ് സംഘടന വളരുന്നതെന്നും ശാന്തിവിള കൂട്ടിച്ചേർക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.